ആ 10 മക്കളിൽ നിന്നും ഏറ്റവും സുന്ദരനായ ഏറ്റവും നല്ല ഒരു പുത്രനെ താൻ ബലിയർപ്പിക്കുമെന്ന് നേർച്ച വരെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്നു ദബീഹൈനി എന്ന ഒരു പേരുണ്ട്. ഇബ്നു ദബീഹൈനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും ഇതുപോലെ ബലിയർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. വറഖത്ത് ഇബ്നു നൗഫൽ എന്ന ക്രിസ്തീയ പുരോഹിതൻ, അദ്ദേഹത്തിന് ഒരു നബി പ്രവാചകൻ വരാനുണ്ടെന്നും ആ പ്രവാചകന് ഇത്തരം ലക്ഷണങ്ങളുണ്ട് എന്നുമുള്ള ചില അറിവുകൾ ഉണ്ടായിരുന്നു. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും ആമിന ബീവിയും തങ്ങളുടെ ദാമ്പത്യം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും തൻ്റെ പിതാവിനെ ജനിച്ചതിന് ശേഷം കാണാനോ തൻ്റെ പിതാവിനൊട്ടും കാണാനോ തൻ്റെ മാതാവിനെ 6 വയസ്സിന് ശേഷം നഷ്ടപ്പെടുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനാഥനായി വളർന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ഏടുകളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഖുറൈശി പ്രമുഖനായിരുന്ന അബ്ദുൽ മുത്തലിബിൻ്റെയും മഖ്സൂം കുലത്തിലെ പ്രബലയായ സ്ത്രീയായിരുന്ന ഫാത്തിമയുടെയും മകനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അതുപോലെ ബനു സുഹ്റ ഗോത്രത്തിലെ തലവനായിരുന്ന വഹബിൻ്റെയും ബർറത്ത് ബിന്തു അബ്ദുൽ ഉസയുടെയും മകളായ ആമിന ബീവി റളിയല്ലാഹു അൻഹ, ഇവർ രണ്ടുപേരുമായിരുന്നു അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവും മാതാവും. അബ്ദുള്ള റളിയല്ലാഹു അൻഹു അബു മുഹമ്മദ്, അബു അഹ്മദ്, അബു ഖസം തുടങ്ങിയ ഓമനപ്പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് റബീഹ് എന്നൊരു സ്ഥാനപ്പേരുണ്ടായിരുന്നു. ഈ സ്ഥാനപ്പേരിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഖുറൈശി പ്രമുഖനായിരുന്ന അബ്ദുൽ മുത്തലിബ് തൻ്റെ നേതൃശേഷി കൊണ്ടും പെരുമാറ്റങ്ങളെ കൊണ്ടും ഖുറൈശികൾക്കിടയിൽ മക്കയിൽ ഒരുപാട് പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ നിറവേറ്റിയിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും അറിയപ്പെട്ട സംസമിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന ഒരു പേരുണ്ട്. സംസമിൻ്റെ കുഴി വെട്ടുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിന് നൽകുന്നതിലൂടെ റബ്ബ് വലിയൊരു സ്ഥാനം അവർക്ക് നൽകുന്നുണ്ട്. ഇത്തരം ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കാനുള്ള അബ്ദുൽ മുത്തലിബ് എന്ന ഷൈബയെ സംബന്ധിച്ച് തനിക്കൊരുപാട് ഭാര്യമാരുണ്ടായിട്ടും ആ ഭാര്യമാരിൽ നിന്നും ഒരു മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഉത്തരവാദിത്ത ബാഹുല്യവും എന്നാൽ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ പങ്കിട്ട് അതിൽ പങ്കുചേരാൻ കഴിയുന്ന ആൺമക്കളുടെ അഭാവവും അദ്ദേഹത്തിന് എപ്പോഴും ഒരു സങ്കടമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപാട് സന്താനങ്ങളെ ആഗ്രഹിച്ചത്. ആഗ്രഹത്തിനപ്പുറം അദ്ദേഹം അള്ളാഹുവിനോട് അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ പ്രാർത്ഥനക്കൊടുവിൽ അദ്ദേഹത്തിന് തനിക്ക് 10 മക്കളുണ്ടാവുകയാണെങ്കിൽ ആ 10 മക്കളിൽ നിന്നും ഏറ്റവും സുന്ദരനായ ഏറ്റവും നല്ല ഒരു പുത്രനെ താൻ ബലിയർപ്പിക്കുമെന്ന് നേർച്ച വരെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേർച്ചയുടെയും പ്രാർത്ഥനയുടെയും എല്ലാം അനന്തരമായി തുടരെയുള്ള വർഷങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപാട് മക്കൾ 10 മക്കൾ തുടരെയുള്ള വർഷങ്ങളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ 10ാമത്തെ മകനായാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. തൻ്റെ 10ാമത്തെ മകനും പിറന്നതോടുകൂടി താൻ നേർച്ചയാക്കിയ ഒരു പുത്രനെ ബലി നൽകുമെന്ന തൻ്റെ പ്രതിജ്ഞ അത് നിറവേറ്റണമെന്ന ബോധ്യം അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നു.
അങ്ങനെ അദ്ദേഹം തൻ്റെ പുത്രന്മാർക്കിടയിൽ ഏറ്റവും ഇളയവനായ, ആ സമയത്ത് ഏറ്റവും ചെറിയ പ്രായമുള്ള അബ്ദുള്ളയോട് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നു. എന്നാൽ പോലും താൻ എടുത്ത പ്രതിജ്ഞ പൂർത്തിയാക്കണമെന്ന ഉദ്ദേശത്തിൽ തൻ്റെ പുത്രന്മാരിൽ നിന്നും ആരെയാണോ ബലിയർപ്പിക്കപ്പെടേണ്ടത് അവരെ ബലിയർപ്പിക്കുമെന്ന ഒരു പ്രതിജ്ഞയിൽ അദ്ദേഹം ഇത്തരമൊരു നേർച്ചയുടെ കാര്യം തൻ്റെ മക്കളോട് പറയുകയും മക്കൾക്ക് അത് അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ആ മക്കളോട് ഓരോരുത്തരോടും ഓരോ അമ്പെടുത്ത് ആ അമ്പിൽ പേരുകൾ എഴുതി അതുവഴി നറുക്കെടുത്ത് ആർക്കാണോ അമ്പ് ലഭിക്കുന്നത്, ആ നറുക്ക് ലഭിക്കുന്നത് അവരെ ബലിയർപ്പിക്കുമെന്ന ഒരു തീരുമാനം അബ്ദുൽ മുത്തലിബ് എടുക്കുകയാണ്. അങ്ങനെ നറുക്കെടുത്ത് ആ നറുക്ക് വീഴുന്നത് ഏറ്റവും ഇളയ പുത്രനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനാണ്. അബ്ദുള്ള എന്നത് അന്ന് അവിടെ ജീവിച്ചിരുന്ന മക്കയിലെ നിവാസികൾക്കെല്ലാം ഏറെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ബലിയർപ്പിക്കുന്നതിനോട് ആർക്കും താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെയൊരു ബലിയർപ്പണത്തെക്കുറിച്ചുള്ള വാർത്ത ലഭിച്ചതോടുകൂടി ആ നാട്ടിലെ ജനങ്ങളെല്ലാം ഈയൊരു തീരുമാനത്തെ എതിർക്കുകയാണ്. ആ എതിർപ്പിൻ്റെ ഒരു മൂർധന്യാവസ്ഥ എന്ന നിലക്ക് നമുക്ക് പറയാം, അന്ന് അബ്ദുള്ളയുടെ മാതാവായ ഫാത്തിമ ബീവിയുടെ ഗോത്രം മഖ്സൂം ഗോത്രത്തലവനായ മുഗീറ പറയുന്നുണ്ട്, നീ അവനെ കുരുതി കൊടുക്കരുത്. അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിനോട് പറയുകയാണ്, അവന് വേണ്ടി മറ്റെന്തെങ്കിലും ബലി നടത്താൻ കഴിയുമെങ്കിൽ തൻ്റെ ഗോത്രത്തിൻ്റെ എല്ലാ സ്വത്തും ബലി നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. ഈ വിധത്തിൽ അന്നത്തെ ജനങ്ങളെല്ലാം ഈ ഒരു തീരുമാനത്തെ എതിർക്കുകയാണ്. തുടക്ക സമയത്ത് ഈ ഒരു ബലിയർപ്പണത്തോട് സഹകരിച്ചിരുന്ന അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ, അബ്ദുള്ളയുടെ സഹോദരന്മാരെല്ലാം ഈ ഒരു തീരുമാനത്തെ എതിർത്ത് ഇതിന് പകരമായി മറ്റെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പിതാവിനോട് പറയുകയാണ്. അങ്ങനെ എന്താണ് ഈ ഒരു ബലിയർപ്പണ നേർച്ചയിൽ നിന്നും പരിഹരിക്കാൻ കഴിയുന്നത്, എങ്ങനെ പരിഹരിക്കാമെന്ന ചിന്തയിൽ യസ്രിബിലുള്ള ഒരു ജ്ഞാനിയായ വന്ധ്യവയോധികയെ കാണാൻ അവർ പോവുകയാണ്. അവിടെ യസ്രിബിൽ നിന്നും 100 കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഖൈബറിലേക്ക് അവർ മാറി എന്ന വിവരം അവിടെ എത്തിയപ്പോഴാണ് ലഭിക്കുന്നത്. അങ്ങനെ ഖൈബറിൽ പോയി അവരെ കാണുകയും ഈ വിഷയങ്ങൾ സംസാരിക്കുകയും അവർ നിങ്ങളുടെ പക്കൽ ചുവന്നു തുടുത്തതായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. ചുവന്നു തുടുത്തത് എന്ന് പറയുമ്പോൾ ഒട്ടകങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഒട്ടകങ്ങൾ 10 ഒട്ടകങ്ങളെയും ബലിപുത്രനായ, അതായത് അബ്ദുള്ള റളിയല്ലാഹുവിനെയും നറുക്കെടുക്കാൻ വേണ്ടി നിർത്തുകയും അതിൽ ആർക്ക് അനുകൂലമായിട്ട് വരുന്നോ അവരെ ബലിയർപ്പിക്കുകയും ചെയ്യുക എന്നൊരു തീരുമാനം പറയുകയാണ്. ഇവിടെ 10 ഒട്ടകങ്ങളെയും അബ്ദുള്ള റളിയല്ലാഹുവിന് വെക്കുമ്പോൾ ആദ്യം നറുക്കെടുത്തപ്പോൾ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് എതിരായി ഈ 10 ഒട്ടകങ്ങൾക്ക് അനുകൂലമായാണ് നറുക്ക് വീഴുന്നത്. പിന്നീട് 10 ഒട്ടകങ്ങളെ വീണ്ടും ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോഴും അബ്ദുള്ളാഹിന് എതിരാണ്. ഇങ്ങനെ 10 ഒട്ടകങ്ങളെ അധികരിപ്പിച്ച് 100 ഒട്ടകങ്ങളെയും അബ്ദുള്ള റളിയല്ലാഹുവിനെയും നറുക്കെടുക്കാൻ വേണ്ടി വെച്ചപ്പോഴാണ് ആ 100 ഒട്ടകങ്ങൾക്കെതിരായി അബ്ദുള്ള റളിയല്ലാഹുവിന് അനുകൂലമായി നറുക്ക് വീഴുന്നത്. അങ്ങനെ ആ 100 ഒട്ടകങ്ങളെ ബലിയറുത്ത് ഈയൊരു നേർച്ചയിൽ നിന്നും അബ്ദുൽ മുത്തലിബ് ഒഴിവാവുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്നു ദബീഹൈനി എന്ന ഒരു പേരുണ്ട്. ഇബ്നു ദബീഹൈനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട
ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും ഇതുപോലെ ബലിയർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ പിതാവിലും ഇങ്ങനെയൊരു സംഭവം നടന്നതുകൊണ്ട് ഇബ്നു ദബീഹൈനി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ വളരെ സുന്ദരനായ, സുമുഖനായ, എല്ലാവരുടെ ഇടയിലും സൽസ്വഭാവം കൊണ്ടും മറ്റ് നല്ല പെരുമാറ്റങ്ങളെ കൊണ്ടും സർവസമ്മതനായ ഒരു വ്യക്തിയായിരുന്നു. ആ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് ഈ ഒരു ബലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 25 വയസ്സ് ആയ സമയത്താണ് തൻ്റെ മകന് ഒരു ഇണയെ വേണമെന്ന ചിന്ത അബ്ദുൽ മുത്തലിബിന് ഉണ്ടാകുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കൂടിയായ, അദ്ദേഹത്തിൻ്റെ ബന്ധത്തിലുള്ള ബനു സുഹ്റ ഗോത്രത്തിൽ നിന്നുമുള്ള വഹബിൻ്റെ മകൾ ആമിനയെ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് ഇണയായി ആലോചിക്കുകയും അതോടൊപ്പം അന്ന് ആമിന ബീവി വഹബ് മരണപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ വുഹൈബിൻ്റെ സംരക്ഷണത്തിലാണ്. ആ വുഹൈബിൻ്റെ മകൾ ഹാലയെ അബ്ദുൽ മുത്തലിബിന് വേണ്ടിയും ആലോചിക്കുകയാണ്. അങ്ങനെ ഈ 2 ആലോചനകളും നടത്താൻ വേണ്ടി ഈ ഒരു ബനു സുഹ്റ ഗോത്രത്തിലേക്ക് അവർ കടന്നു പോകുന്ന സമയത്താണ് ബനു അസദ് ഗോത്രത്തിലെ വറഖത്ത് ബിനു നൗഫൽ എന്ന ക്രിസ്തീയ പുരോഹിതൻ, അദ്ദേഹത്തിന് ഒരു നബി പ്രവാചകൻ വരാനുണ്ടെന്നും ആ പ്രവാചകന് ഇത്തരം ലക്ഷണങ്ങളുണ്ട് എന്നുമുള്ള ചില അറിവുകൾ ഉണ്ടായിരുന്നു. ആ അറിവുകൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയായ കുത്തൈലയുമായി സംസാരിക്കുമായിരുന്നു. അങ്ങനെ അത്തരം സംസാരങ്ങളിലൂടെ ഒരു ആഗമനം പ്രതീക്ഷിക്കാവുന്ന പ്രവാചകനെക്കുറിച്ചും ആ പ്രവാചകൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചുമുള്ള ഒരു ധാരണ കുത്തൈലക്കുണ്ടായിരുന്നു. ഇവിടെ അബ്ദുൽ മുത്തലിബും അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും വിവാഹാലോചനയുമായി വിവാഹത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ബനു സുഹ്റ ഗോത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ കുത്തൈല അബ്ദുള്ളയെ കാണുകയും അബ്ദുള്ളയുടെ മുഖത്ത്, ശരീരത്തിൽ പ്രവാചകന്മാർക്ക് പറയപ്പെട്ടതായ ആ ഒരു പ്രകാശം ദർശിക്കുകയാണ്. ആ പ്രകാശം ദർശിച്ച വേളയിൽ ഈ കുത്തൈല അബ്ദുള്ളയോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും, എന്നാൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവ് എന്താണോ നിശ്ചയിച്ചത് അതിനനുസരിച്ച് മാത്രമേ ഞാൻ തീരുമാനമെടുക്കൂ എന്ന ഉറച്ച ദൃഢനിശ്ചയത്തിൽ ഈ ഒരു വിവാഹാഭ്യർത്ഥന നിരസിക്കുകയുമാണ്. അങ്ങനെ ഈ ഒരു ബനു സുഹ്റ ഗോത്രത്തിൽ എത്തിച്ചേർന്ന് വിവാഹം കഴിഞ്ഞു. ആ വുഹൈബിൻ്റെ വീട്ടിൽ 2 ദിവസം അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആമിന ബിവിയോടൊപ്പം താമസിക്കുകയാണ്. ആമിന ബിവിയോടൊപ്പം താമസിച്ച് 2 ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരാവശ്യത്തിന് ബനു അസദ് ഗോത്രത്തിലൂടെ പോവുകയായിരുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ കണ്ട കുത്തൈല ഒരു വശത്തേക്ക് മാറി നിന്ന് അബ്ദുള്ളയോട് സംസാരിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അബ്ദുള്ള കൗതുകത്തോട് ചോദിച്ചു, ഇന്നലെ എന്നോട് സംസാരിക്കാൻ വന്ന നീ എന്താണ് ഇന്ന് സംസാരിക്കാൻ വരാത്തത്? കഴിഞ്ഞ ദിവസം സംസാരിച്ചതല്ലേ? അപ്പോൾ കുത്തൈല പറഞ്ഞു, അന്ന് ഞാൻ നിങ്ങളിലൊരു പ്രകാശം കണ്ടിരുന്നു, ആ പ്രകാശം ഇന്ന് കാണുന്നില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രകാശമാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് അങ്ങനെയൊരു പ്രകാശം പ്രത്യേകമായി ലഭിക്കാനുണ്ടായ കാരണമെന്ന് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും ആമിന ബീവിയും തങ്ങളുടെ ദാമ്പത്യം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ആരും അസൂയപ്പെടുന്ന വിധം വളരെ സുന്ദരിയായ, വളരെ നല്ല സ്വഭാവമുള്ള ആമിന ബീവിയും സുന്ദരനും അന്ന് മക്കയിലെ മറ്റൊരു സമപ്രായക്കാർക്കും അവകാശപ്പെടാനാകാത്ത വിധം സൗന്ദര്യവും സ്വഭാവവുമുള്ള അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും തങ്ങളുടെ ജീവിതം
വളരെ സുഖകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ബീവി ഗർഭം ധരിക്കുകയും ചെയ്തു. ഈ ഗർഭധാരണ സമയത്താണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു തൻ്റെ കച്ചവട ആവശ്യത്തിനായി തൻ്റെ പിതാവെല്ലാം ജീവിച്ചിരുന്ന തൻ്റെ മാതാവിൻ്റെ പ്രദേശമായ യസിരിബിലേക്ക് പോകുന്നത്. യസിരിബിൽ വെച്ച് അദ്ദേഹം തൻ്റെ യാത്രാമധ്യേ മരണപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ പിതാവ് ഈ ലോകത്തോട് വിട പറയുകയുമാണ്. അതിനുശേഷം സാധാരണ ഗർഭിണികൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകളോ വേദനകളോ അനുഭവിക്കാതെ ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമക്കുകയും പിന്നീട് പ്രസവിക്കുകയും ചെയ്യുകയും തൻ്റെ മകന് 6 വയസ്സാകുന്നത് വരെ ആ മകൻ്റെ എല്ലാ വളർച്ചയും കണ്ണിറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സായ സമയത്ത് യസിരിബിൽ മറമാടിയ അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ ഖബറും അതുപോലെ അവിടെയുള്ള കുടുംബക്കാരെയും സന്ദർശിക്കാൻ പോകുന്ന യാത്രയിൽ അബവായിൽ വെച്ച് അവർ മരണപ്പെടുകയുമുണ്ടായി. ഈ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറുപ്പകാലത്ത് തന്നെ തൻ്റെ പിതാവിനെ ജനിച്ചതിന് ശേഷം കാണാനോ തൻ്റെ പിതാവിനൊട്ടും കാണാനോ തൻ്റെ മാതാവിനെ 6 വയസ്സിന് ശേഷം നഷ്ടപ്പെടുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനാഥനായി വളർന്നു. ഇവിടെ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും ആമിന ബീവിയും ഏറ്റവും നല്ല നിലയിൽ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് മറ്റ് ബിംബാരാധനയിലോ മറ്റ് ബഹുദൈവ വിശ്വാസങ്ങളിലോ അകപ്പെടാതെ ഏറ്റവും സംശുദ്ധമായ ഒരു ജീവിതം നയിച്ചിരുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പരമ്പര നബിതങ്ങളുടെ 6ാമത്തെ ഉപ്പാപ്പയായ കിലാബിൽ പരസ്പരം കൂട്ടിമുട്ടുന്നുമുണ്ട്. ഈ വിധത്തിലെല്ലാം ഒരുപാട് വളരെ രസകരമായ എന്നാൽ വളരെ ചിന്തിപ്പിക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയതായിരുന്നു ഈ ഒരു അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും ആമിന ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ദാമ്പത്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവുമെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ നന്മകളെ, അവരെല്ലാം നമുക്ക് കാണിച്ചു തന്ന നന്മകളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന നല്ല മുഅ്മിനുകളിൽ ഉൾപ്പെടുത്താനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.